ഇതിപ്പോ ഞാൻ നിർബന്ധിച്ചോണ്ടല്ലേ? അല്ലാതെ താൻ മനസ്സറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ. ഈ പറഞ്ഞ രണ്ടിന്റെ വ്യത്യാസം എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ തന്നെയാണല്ലോ തരേണ്ടത്. ആ വ്യത്യാസം ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ. ഹലോ, സുകുമാരിയ സാറേ. സാറ് കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതൊക്കെ ഒന്ന് നടന്നോന്നറിയാൻ വേണ്ടി വിളിച്ചതാ. ആ മിക്കവാറും അതൊക്കെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നടക്കും. നാളെ രാവിലെ നിങ്ങൾ എനിക്കൊന്ന് കാണണമല്ലോ. എന്താ സാറേ? നിങ്ങൾക്ക് കണിമംഗലത്തേക്ക് തിരിച്ചു പോകണ്ടേ? പ്രിയങ്കയ്ക്ക് വരുണിന്റെ ഭാര്യയായിട്ട് ജീവിക്കണ്ടേ? വേണം സാറേ. അതിനു വേണ്ടിയാണല്ലോ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നേ. നാളെ തന്നെ അങ്ങോട്ട് പോകാൻ പറ്റുമോ സാറേ? നിങ്ങൾ വരൂ, വേണ്ട രീതിയിൽ അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. സാറേ, കണിമംഗലത്തുകാർക്ക് വലിയ വലിയ ഇടങ്ങളിൽ നല്ല പിടിപ്പുള്ളതാ. ജയഭാരതിയെ വിടാൻ പറഞ്ഞിട്ട് ഒരുപാട് വിളി വരും. ദേ, കൊന്നാലും വിടരുത് സാറേ. അവരിപ്പോ എന്റെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോഴും ഉണ്ടാവും. അയ്യോ എന്റെ പൊന്ന് സാറേ, സത്യം പറഞ്ഞ ഒരു കർപ്പൂര തട്ടെടുത്ത് സാറിനെ ഇങ്ങനെ അങ്ങ് ഒഴിയാൻ തോന്നുന്നു എനിക്ക്. സാറ് ഞങ്ങളുടെ ദൈവമല്ലേ ഇപ്പോ. അപ്പോ നമുക്ക് രാവിലെ കാണാം. എടി മോളെ, CI സാർ ഏതാണ്ട് തീരുമാനിച്ച മട്ട. നാളെ തന്നെ നമ്മളെ കണിമംഗലത്തേക്ക് കൊണ്ടുപോകാനാ പ്ലാൻ. ആണോ മുത്തശ്ശി? ആ, CI ഒരു പെരുങ്കള്ളനാണെന്നുള്ളത് ഒരു ഭാഗം. പക്ഷേ അയാൾക്ക് ബുദ്ധിയില്ല. നിനക്ക് ബുദ്ധിയും ബോധവും ഇല്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ലേ? സത്യത്തില് അതാ അവര് കണ്ണും പൊട്ടി കൂടെ നിൽക്കുന്നേ. ഈ ബുദ്ധി ഇല്ലാത്തവർക്കൊക്കെ ഒരു സഹതാപം കിട്ടൂടി മോളെ. എത്ര ഇടങ്ങളിൽ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. എല്ലാ കാലത്തും എന്നെ ഇങ്ങനെ ബുദ്ധിയില്ലാത്തവളായിട്ട് നടത്തിക്കാനാണോ ഉദ്ദേശം? ആ എടി, കാര്യങ്ങളൊന്നും ഒതുങ്ങിത്തീരുന്നത് വരെ അതുവരെ നീ ഇങ്ങനെ നടക്ക്. അത് കഴിഞ്ഞിട്ടേ നമുക്ക് പുറത്തിറങ്ങാം. അപ്പോഴേക്കും എന്റെ മോള് കണിമംഗലത്തിന്റെ ഉടമയായിട്ടുണ്ടാവും. പോയി സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങടി മോളെ. നാളെ നേരം വെളുക്കുമ്പോഴേക്കും രാധികയെ CI സാർ ഓടിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ മുത്തശ്ശി? അങ്ങേരുടെ സ്വഭാവം വെച്ച് നോക്കിയാ കണിമംഗലം കുടുംബം തന്നെ നാളെ കാണുമെന്ന് നിർബന്ധമില്ല. അമ്മാതിരി മനുഷ്യനല്ലേ. കിടന്നോ കിടന്നോ, നാളെ നേരത്തെ എണീറ്റ് പോകേണ്ടതല്ലേ. മുത്തശ്ശിയുടെ ധൈര്യം സമ്മതിക്കണല്ലേ. വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലേ ഇപ്പൊ മാനസികമായിട്ട് തളർന്നു പോയിട്ടുണ്ടായനെ. മുത്തശ്ശി പറഞ്ഞ സത്യ. കുറെ നാളുകൾക്ക് ശേഷം ഇന്നാ ഒന്ന് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന. എന്നാ ഇറങ്ങിയാലോ നമുക്ക്? എന്തുപറ്റി? മുത്തശ്ശിയുടെ കാര്യം ഓർത്തിട്ടാണോ? അല്ല. പിന്നെ സത്യം പറ, തനിക്ക് മനസ്സിൽ സന്തോഷം തോന്നുന്നുണ്ടോ? ഉണ്ട്. അതിനെന്താ സംശയം? മുത്തശ്ശി സ്റ്റേഷനിൽ നിന്ന് വന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷമല്ലേ. മുത്തശ്ശിയുടെ മനസ്സ് ഓക്കെയാണെന്നുള്ളത് അടുത്ത സന്തോഷം. പ്രിയങ്കയെ മുത്തശ്ശി ഇനി നമ്മളെ ശല്യപ്പെടുത്തില്ല എന്ന് പറയുമ്പോ സന്തോഷത്തിന് അതിരുമില്ല. എന്നിട്ട് ആ സന്തോഷമൊന്നും എന്നോട് കാണിക്കാത്തത് എന്താ? അയ്യോ, ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ കാണിക്കണ്ടേ? കാണിക്കണ്ടെന്ന് വെച്ചിട്ടല്ലേ? എന്താ ഈ പറയുന്നേ? ഞാൻ എന്താ ചെയ്യണ്ടെന്ന് പറ. ഭാര്യയ്ക്ക് നല്ല സന്തോഷം വരുമ്പോ ഭർത്താവിനോട് അതെങ്ങനെയാ പ്രകടിപ്പിക്കാന്ന് ഞാനിനി പറഞ്ഞു തരണോ? അയ്യോടെ മോനെ,
അതിനാണോ ഈ മുഖം ഇങ്ങനെ വീർപ്പിച്ചോണ്ടിരിക്കുന്നേ? ഐഡിയ കൊള്ളാലോ. പക്ഷേ ഇന്നൊരു കുഴപ്പമുണ്ട്. ഇന്ന് ഒരു ഉമ്മ പോലും തരാൻ പറ്റില്ല. അതെന്ത്? എനിക്ക് സൗകര്യമില്ല, അതാ കാര്യം. ആ എന്നാ താൻ കിടന്നു. വരുൺ കിടക്കുന്നില്ലേ? എന്റെ കാര്യം നോക്കുന്ന എന്തിനാ? തന്റെ ഉറക്കം നടക്കട്ടെ. അതെ, കാര്യം നടക്കാനുള്ള സൂത്രമൊക്കെ എനിക്കറിയാം. എന്തായാലും എന്താ, ദാ പിടിച്ചോ. ഇനി കിടന്നോടെ. ഇതിപ്പോ ഞാൻ നിർബന്ധിച്ചോണ്ടല്ലേ? അല്ലാതെ താൻ മനസ്സറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ. ഈ പറഞ്ഞ രണ്ടിന്റെ വ്യത്യാസം എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ തന്നെയാണല്ലോ തരേണ്ടത്. ആഹാ. ആ വ്യത്യാസം ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ. ഇതാണ് വ്യത്യാസം, മനസ്സിലായോ? ഓ ഓ അതെ, ഇപ്പോ ഞാൻ ഹാപ്പിയാ. ഇനി നമുക്ക് ഉറങ്ങാം. ഇവിടെ വരാനല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇങ്ങേരിത് എവിടെ? മുത്തശ്ശി, നമ്മളെ ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പറയോ? ഓ, ആ നശിച്ച സ്ഥലത്ത് കേരളേ കേരളേ എന്ന് പറഞ്ഞ നാട്ടുകാരി മൊത്തം നടക്കുന്നേ. അപ്പൊ നിനക്കെന്താ അങ്ങോട്ട് കേറി ചെല്ലാഞ്ഞു? അവിടെ കണിമംഗലത്തെ ജയഭാരതി ലോക്കപ്പിൽ കിടക്കുന്നില്ലേ? ഒന്ന് കാണണ്ടേ മുത്തശ്ശി? ആ, അത് ഞാനൊന്ന് ചോദിച്ചു നോക്കാം. അത് കാണേണ്ട കാഴ്ച തന്നെയാടി മോളെ.